ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഇതിലൊരു ഷോപ്പിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. രാവിലത്തെ കിച്ചണിലെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കറി ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കുക. എഗ്ഗ് ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുഴുങ്ങിയ മുട്ടയും ഇട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ കറി. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശയിലേക്കും പത്തിരിയിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇന്ന് പത്തിരിയാണ് കേട്ടോ. അതിനുള്ള മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോൾസാക്കിയിട്ട് മാറ്റാം. ഇതാ പത്തിരി ഞാൻ പരത്തലില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പാൻ ഒരുമിച്ച് വെക്കും. എന്നിട്ട് അങ്ങനെ പ്രസ് ചെയ്യലും ചുട്ടെടുക്കലും ഒരുമിച്ചായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരാറുണ്ട്. പത്തിരി പണി ഒരു പ്രയാസമായി തോന്നാറില്ല. നമുക്ക് നല്ലോണം നൈസ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നൈസായി കിട്ടും. പിന്നെ അത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലോണം കഴിച്ചോളും. ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ, ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം. ചെറുതായി കട്ട് ചെയ്ത ബീൻസ്, സ്പ്രിംഗ് ഒനിയന്, പച്ചമുളക്, ക്യാരറ്റ്, സവാള. ഇതാ വെജിറ്റബിൾ എല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം കുക്കായി പോവരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കുള്ള റൈസ് വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചതായിരുന്നു. ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി റൈസിന് മുകളിലായിട്ട് കാടമുട്ടയും കൂടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാടമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കാടമുട്ടയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് റൈസിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ കുട്ടികളെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കണം. ഇതിലേക്ക് സൈഡായിട്ട് നല്ല വെള്ള ചമ്മന്തിയോ അച്ചാറൊക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളൊരു ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അത്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ആദിൽക്കാക്ക് 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ്. അങ്ങനെ 2 ബ്രദേഴ്സിൻ്റെ വൈഫും
സിസ്റ്ററും ഞാനും കൂടിയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയത്. ഉപ്പയാണ് കേട്ടോ ഞങ്ങളെ കൊടുന്ന് വിട്ടത്. ആദിൽഖാൻ്റെ മൂത്ത ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വകയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഡ്രസ്സ് എടുത്ത് തന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് മലപ്പുറം പ്രീതിയിലാണ് കേട്ടോ. ചുരിദാറിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ സെക്ഷനിൽ പോയി നോക്കി. അങ്ങനെ ഒരാൾക്കുള്ള ഡ്രസ്സ് ഇവിടുന്ന് കിട്ടി. പിന്നെ അതാ വേറൊരു ഷോപ്പിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മലപ്പുറം ലുമിയിലാണ്. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കിട്ടാതായപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരുപാട് സമയം തിരച്ചിലുകൾക്കൊടുവിൽ ഇവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.